ഗായ്സ്, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ക്രിസ്മസിൻ്റെ വെക്കേഷൻ നിങ്ങളെവിടെ പോയി? ഞാൻ പൊന്മുടിയിലാണ് പോയത്. അവിടെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു. ഇതാണ് പൊന്മുടിയുടെ എൻട്രി. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അച്ഛനും അമ്മയ്ക്ക് 40 രൂപയും 6 to 13 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് 20 രൂപയാണ്. പിന്നെ ബൈക്ക് പാർക്ക് ചെയ്യാൻ 20 രൂപയും കൊടുത്തു. ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പുഴയുണ്ട്. ആ പുഴയിലാണ് നമ്മൾ കുളിച്ചത്. അപ്പുറത്തെ സൈഡ് കാടാണ്, എൻ്റെ നടുക്ക് പുഴ. എന്തു നല്ല ഭംഗി. ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നേ. കുറച്ചധികം പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി പുഴയിലേക്ക് പോയി. കണ്ടോ ഗായ്സ്, ഞാനാണ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. ഞാൻ നിങ്ങൾക്ക് അടിപൊളിയൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. മഴയില്ലാത്ത കൊണ്ടാണ് ഇവിടെ ഇറക്കിയത്. മഴയുള്ളപ്പോൾ ഇവിടെ ഇറക്കാറില്ല, നല്ല വെള്ളം വരും. ഇതിപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാം ഗൈസ്. ഇവിടെ കുറച്ചധികം പേര് അന്നുണ്ടായിരുന്നു. പലരും ഇവിടെ കയറാറില്ല, അവർ പൊന്മുടിയിൽ പോയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഈ സ്ഥലം അറിഞ്ഞൂടായിരിക്കും. ഇനി നിങ്ങൾ പോകുമ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പോകണം. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണേ. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ അച്ഛനുള്ളതുകൊണ്ട് എനിക്ക് പേടിയെല്ലാം മാറി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് ആഴമില്ലാത്ത സ്ഥലത്ത് കളിക്കാൻ ഇറങ്ങി. പാറകൾക്കിടയിൽ കൂടെ നടക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾക്കറിയാമോ ഗൈസ്, നല്ല സ്ഥലം. കാടിൻ്റെ ഇടയിൽ കൂടെ കളിക്കാം. അച്ഛൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഞാനും അച്ഛൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു. അച്ഛൻ നനേനായപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു. ഞാൻ അച്ഛൻ്റെ ദേഹത്ത് കൂടെ നിറയെ വെള്ളം ഒഴിച്ചു. മഴയില്ലാത്തത് കൊണ്ട് വെള്ളം തീരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് കളിക്കാനും പറ്റി. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. ഈ വെള്ളത്തിലൂടെ കല്ലുകൾ നിറയെ കാണാം. നിറയെ മീനുകളുണ്ട് ഇവിടെ. കുറച്ച് മീനൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പോയി. നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ വെള്ളത്തിലിരുന്ന് കളിക്കാൻ തുടങ്ങി. പൊന്മുടിയിൽ വരുമ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങാതെ പോയാൽ നഷ്ടം തന്നെ. ഞാൻ അച്ഛനോട് ചോദിക്കുക എന്നെ നീന്താൻ പഠിപ്പിക്കുമെന്ന്. അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ നീന്താൻ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ടേ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണണേ. അതെ, ഒരു കാര്യം പറയട്ടെ, തീർന്നില്ല, ഇനിയുമുണ്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. അച്ഛൻ അവിടെ വെള്ളത്തിൽ കിടന്നു. ഞാൻ അച്ഛൻ്റെ ദേഹത്ത് വെള്ളം കോരിയിരിക്കാൻ ചെന്നേ. അച്ഛൻ പേടിച്ച് ചാടി എണീറ്റ്. ചുമ്മാ കളിക്കുന്നതാ. ഞാൻ വീണ്ടും 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 വെള്ളം കോരിച്ച്. നല്ല രസമായിരുന്നു അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ കളിക്കാൻ. അതും നല്ല വെള്ളമായിരുന്നു. ഇവിടെ മാത്രമല്ല, മുകളിലും താഴെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. അച്ഛൻ ഇപ്പം എന്നെ പൊക്കി നിർത്തിയിരിക്കുന്നത് എന്നെ വെള്ളത്തിൽ താക്കാനായിരുന്നു. ഞാൻ മുങ്ങിപ്പോയി ഗായ്സ്. അച്ഛൻ അള്ളി പിടിച്ചിരുന്നു. വീണ്ടും എന്നെ മുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ പുറത്തേറിയിരുന്നു. അവിടെ ഇരുന്ന് ഒരുപാട് കുറുമ്പ് ഞാൻ കാണിച്ചു. ഗായ്സ്, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാനിവിടെ അത്ര രസമായിരുന്നു. ഇനി ഞാനും അച്ഛനും കൂടി ഒരു കളി കളിച്ച് വെള്ളം വായിലെടുത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് ഒഴിച്ചു. അച്ഛനും വായിൽ വെള്ളം എടുത്ത് ഫ്രണ്ടിലോട്ട് ഒഴിച്ചു. എന്നിട്ടുണ്ടല്ലോ, ഞാൻ അച്ഛൻ്റെ മുഖത്ത് തുപ്പിക്കെടുത്ത് വെള്ളം. അച്ഛനയ്യേന്നായിപ്പോയി. നമ്മൾ അടുത്തത് തവളത്ത് നിന്ന് അച്ഛൻ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ പുറത്തോടെ കയറി.
നമ്മൾ തവള പോലെ ഇല്ലേ രണ്ടുപേരും? ഈ വീഡിയോ എല്ലാം എടുക്കുന്ന അമ്മയാണേ. അമ്മ നനയെന്ന് പറഞ്ഞ് പാറപ്പുറത്ത് തന്നെ ഇരുന്നു. കാലൊക്കെ നനച്ചിട്ട് പോയി. നമ്മളിവിടെ തവളക്കളി തുടങ്ങി. ഞാൻ നീന്താൻ മടിക്കുന്നുണ്ട് ഗായ്സ്. അച്ഛൻ പുറത്തെടുത്ത് വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്കതുപോലെ ഉണ്ടോ? നിങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ കളിക്കാറുണ്ടോ? ഒരുപാട് മീനും നമ്മൾ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ടേ. ദാ ഇത് മുഴുവനാണ് കാടിലെ നടുക്കുള്ള കാട് മുഴുവനും നിങ്ങൾ കണ്ടോ? താഴെ മുകളിലും ആൾക്കാരെ നിൽക്കുന്നുണ്ട്. ദാ അവിടെ ഒരു ഊഞ്ഞാലുണ്ടേ. മരത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. അവിടെ ഒരുപാട് പേര് വെള്ളത്തിൽ ആ ഊഞ്ഞാലിൽ നിന്ന് കളിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെയും കുളിക്കാൻ പറ്റും. ദാ ഈ സ്ഥലം ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. ആ മരം അങ്ങനെ കിടക്കണം നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു അവിടെ നിന്ന്. പിന്നെ ഞാൻ പാറപ്പുറത്ത് ഇരുന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഈ സ്ഥലം ഞാൻ നേരത്തെ കാണിച്ച മരമില്ലേ, ആ മരത്തിൻ്റെ അപ്പുറത്തെ സൈഡുള്ള പാറക്കല്ലിലാണ് ഞാൻ കളിക്കുന്നത്. ഇവിടെ നല്ല വൈബായിരുന്നു. ഇവിടെ താഴൊരു മരമുണ്ടേ. അവിടെയാണ് ഞാനും അച്ഛനും കൂടെ ഊഞ്ഞാലാടി കളിക്കുന്നത്. നിങ്ങളതിൽ കാണും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അങ്ങോട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ? ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പോകാൻ പറ്റൂല. അവിടെ പോകാൻ സമ്മതിക്കൂല. എൻ്റെ അച്ഛൻ പാറക്കല്ലിന്ന് എന്നെ എടുത്തോണ്ട് അവിടെ താഴെ ഇറക്കുന്നുണ്ട്. താഴെയാണ് ഞാൻ പറഞ്ഞ ആ ഊഞ്ഞാലാടുന്ന മരമുണ്ട്. നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടോ? ദാ ഇതാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ കളിച്ചിട്ട് പോകണേ. ദാ ഇപ്പം ഞാനും അച്ഛനും കയറി എൻ്റെ മണ്ടയിലിരിക്കും. ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് കളിക്കണമെന്ന് കാണിച്ചു തരാം ഞാനും അച്ഛനും. നല്ല രസമായിരുന്നു. ഇതാണ് കാട്. അകത്തോട്ട് ഭയങ്കര കാടും ആനയും ഉണ്ട്. മരങ്ങൾ നിൽക്കണ കണ്ടോ? അതേ കാടിയന. ആനകളൊക്കെ വരും. ഇപ്പൊ ദാ അച്ഛൻ ആ മലത്തിന് ബലമുണ്ടോ എന്ന് നോക്കി. എന്നെ കൊണ്ട് അതിനകത്ത് ഇരുത്തി. ആദ്യം ഞാൻ പേടിച്ചോ. പിന്നെ അച്ഛൻ കയറിയപ്പോഴാണ് എനിക്ക് പേടിയെല്ലാം മാറിയത്. കാണിച്ചു തരാം അച്ഛൻ കയറുന്നത്. ദാ ഞാൻ കയറി, അച്ഛനും കയറി. നല്ല രസമായിരുന്നു. ഒരു വണ്ടി പോലെ ഞാൻ അച്ഛനും കൂടെ ആടാൻ തുടങ്ങി. ആ മരം നല്ല രസമായിരുന്നു. ഇതൊക്കെ വളർന്നു വന്നതാണ്. നിങ്ങൾക്കറിയാമോ? ഈ മരങ്ങൾ സ്വാഭാവികമായിട്ട് വളർന്നു വന്നതാണ്. ഇവിടെയൊക്കെ സൂക്ഷിക്കണേ, ആനയൊക്കെ വരും. ഞാനും അച്ഛനും കൂടെ തിത്തി കളിക്കുകയാണ്. പിന്നെ വള്ളം കളിക്കാൻ തുടങ്ങി. കാല് കൊണ്ട് വെള്ളത്തിൽ തട്ടുമ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ല സുഖം. എനിക്ക് ഇനിയും കയറാൻ തോന്നും. ഞാനും അച്ഛനും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇവിടുന്ന് ഇറങ്ങാനേ എനിക്ക് തോന്നുന്നില്ല. വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. വണ്ടി പോലെ കളിച്ചു നമ്മൾ. ഈ കാടിൻ്റെ ഭംഗിയെ കാണാൻ നിങ്ങളെല്ലാവരും പൊന്മുടി പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടേ പോവൂ. കണ്ടോ, നമ്മൾ രണ്ടുപേരും കളിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പൊന്മുടി പോണ വീഡിയോ അടുത്ത് ഇടാം. ടാറ്റാ, ബൈ ബൈ.